കൂട്ടുകാർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ബോട്ടിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബോട്ടിൽ വെച്ചിട്ട് നമുക്കൊരു ഫോട്ടോ വെച്ചിട്ടൊരു അടിപൊളി ഗിഫ്റ്റ് കൊടുക്കാവുന്ന രീതിയിൽ, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ബോട്ടിലായിട്ട് ചെയ്യാം കേട്ടോ. അതും ഗിഫ്റ്റ് കൊടുക്കാവുന്ന രീതിയിൽ തന്നെ, ബർത്ത്ഡേ അല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറി, വാലൻറ്റൈൻസ് ഡേ ഏതും ആയിക്കോട്ടെ, ചുമ്മാ ഒരു ഫോട്ടോ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ബോട്ടിലായിട്ട്. അതിന് ഇപ്പോൾ ഒരു ഉരുണ്ട ബോട്ടിലാട്ടോ എടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ ഏത് ബോട്ടിലും എടുക്കാം, ഒരു കുഴപ്പമില്ല. ഉരുണ്ടതോ അത് സ്ക്വയർ ടൈപ്പോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ഉരുണ്ട ബോട്ടിലാണ്. ഇനി ആദ്യം തന്നെ നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് കുറച്ച് ബേബി പൗഡർ ഇട്ട് കൊടുക്കുന്നത്, ഒരു ബേസ് കോട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരുപാട് തവണ നമ്മൾ ചാനലിൽ കാണിച്ചിട്ടുണ്ട്, ഒരു ബേസ് കോട്ട് കൊടുക്കുന്നത്. അപ്പോൾ പൗഡർ ഇട്ടു, അതിന് ശേഷം കുറച്ചൊന്ന് ഗ്ലൂ ഒഴിച്ചു, ഫെവിക്കോള്. അപ്പോൾ ഒരു സ്പൂൺ പൗഡറിന് ഞാൻ ഒരു സ്പൂൺ തന്നെ ഗ്ലൂ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ലൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടെ അക്രിലിക് പെയിൻറ്റ് വൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കുക, കറക്റ്റ് ആ ഒരു പേസ്റ്റ് രൂപത്തിൽ വരും. ഞാനിപ്പോൾ വെള്ളമൊന്നും ഒഴിക്കണില്ല. വെള്ളം വേണമെങ്കിൽ കുറച്ചൊരു 2-3 തുള്ളിയൊക്കെ ഒഴിച്ചൊന്ന് ലൂസ് ചെയ്യുക. ഇപ്പോൾ തന്നെ ആ ഫെവിക്കോൾ ഒഴിച്ചപ്പോൾ തന്നെ അക്രിലിക് പെയിൻറ്റും കുറച്ച് ലിക്വിഡാണ്, നല്ല ഒരു എന്താ പറയുക, ഇച്ചിരി വെള്ളം പോലെ ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അത് ആ ഒരു പേസ്റ്റ് പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വെള്ളം ചേർക്കണ്ട. അപ്പോൾ ഇത് വെച്ചിട്ട് ബോട്ടിൽ ഫുള്ളായിട്ട് ഒന്നല്ലെങ്കിൽ 2 കോട്ട് ചെയ്തെടുക്കാം. ഒരു കോട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ അടുത്ത കോട്ട് ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കോട്ടേ ചെയ്തിട്ടുള്ളൂ, നല്ല കട്ടിയുണ്ടായിരുന്നു. അപ്പം അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ അക്രിലിക് ടീൽ ബ്ലൂ കളർ കൊടുക്കാൻ പോവാണ്. കളറൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ കഴിഞ്ഞ ദിവസം ഒരു ബോട്ടിൽ ഗിഫ്റ്റ് കൊടുക്കുന്നത് എടുത്ത്, അത് വൂളൻ ത്രെഡ് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അത് കാണാത്തതുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കുക. ഫ്രെയിം എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലേ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ചെയ്ത ഫോം ഷീറ്റ് വെച്ച് ചെയ്യാം. ഇവിടെ നമ്മൾ ജൂട്ട് ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഫോട്ടോ കുപ്പി നോക്കിയിട്ട് സൈസ് നോക്കി പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ ആ ഒരു ഫോട്ടോ വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ഈ ജൂട്ട് ത്രെഡ് വെച്ച് ഫ്രെയിം ഉണ്ടാക്കാൻ പാടുള്ളൂ. ഇവിടെ നമുക്ക് ഫോട്ടോ ഇല്ലാത്തത് കൊണ്ട് ഇത് നമ്മൾ ഒരു 4-5 തവണ നമുക്ക് ഇതുപോലെ ത്രെഡ് വെച്ചിട്ട് ഒന്ന് ചുറ്റി, ഓവൽ ഷേപ്പിലാണ് ഞാൻ എടുക്കുന്നത്, അത് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ഉരുണ്ട ബോട്ടിലാകുമ്പോൾ ഓവൽ ഷേപ്പ് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു 5 തവണയെങ്കിലും നമ്മൾ ജൂട്ട് ത്രെഡ് മുകളിലായിട്ട് ഇങ്ങനെ കട്ടിക്ക് ചുറ്റണം കേട്ടോ. അപ്പോൾ ചുറ്റി എടുത്തിട്ടുണ്ട്. അത് ഫെവിക്കോളിലാണ്, വേറെ ഫെവിക്കോൾ ഇല്ലെങ്കിൽ നമുക്ക് ഫെവി ബോണ്ടിലായാലും കുഴപ്പമില്ല, പക്ഷേ ഇതെല്ലാം ഫെവിക്കോളിൽ ഒട്ടിക്കോളും, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. വൂളൻ ത്രെഡ് ഒരു 3 വിരലിൽ ചുറ്റിയിട്ട് നമ്മൾ ഇത് ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് ഈ ഫ്ലവർ. അപ്പോൾ 3 വിരൽ നല്ല കട്ടിക്ക് ചുറ്റുക. എന്നിട്ട് ഇതുപോലെ നടുഭാഗത്തായിട്ട് നമ്മൾ ഒരു 1-2 കെട്ട് നല്ല ടൈറ്റിന് കെട്ടി കൊടുക്കുക. ഊരിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ത്രെഡ് ഇങ്ങനെ വലിക്കുമ്പോൾ ഊരിപ്പോകും, അതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കണം കേട്ടോ. എന്നിട്ട് 2 സൈഡും കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കത്രി വെച്ച് 2 സൈഡിലും കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കളേഴ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇവിടെ ഞാനിപ്പോൾ ഒരു മജന്ത കളറാണ് എടുത്തിരിക്കണേ. എന്നിട്ട് ഇതൊന്ന് വിടർത്തി കൊടുക്കുക. കൈ കൊണ്ട് ഇങ്ങനെ വിടർത്തിയതിന് ശേഷം നമ്മുടെ ചീപ്പ് വെച്ചിട്ട് ചീകിക്കൊടുക്കാം, നല്ലോണം ചീകിക്കൊടുക്കണം. അപ്പോൾ ആ നൂലിങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ അത് വിടർത്തി ഇങ്ങനെ നല്ല ഒരുപാടായിട്ട് കട്ടിക്ക് വരും. അപ്പോൾ ആ ഒരു രീതി കിട്ടുന്ന വരെ നമ്മൾ ഇതുപോലെ ചീവി കൊടുക്കണം കേട്ടോ. എന്നിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു ഫ്ലവറായി. അപ്പോൾ ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു മജന്തയും വൈറ്റും എടുത്തിട്ടുണ്ട്. ചെറുതും വലുതും ഒക്കെ എടുക്കാം കേട്ടോ. ഇതില്ലെങ്കിൽ തന്നെ റിബൺ ഫ്ലവർ ചെയ്യാം, നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അതുപോലെ പേപ്പർ ഫ്ലവർ ചെയ്യാം, ഇല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഏതെങ്കിലും യൂസ് ചെയ്യാം, ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വൂളൻ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അറേഞ്ച് ചെയ്യുന്നൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം, കളേഴ്സ് ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു ടീൽ ബ്ലൂവിനും മജന്ത വൈറ്റ് നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തു. ഇത്രയേ ഉള്ളൂ. ഇനി ആ ഫോട്ടോ വെച്ച് ആ ഫ്രെയിം നല്ല കട്ടിക്ക് ആക്കി കൊടുക്കണം, അതാണ് വേണ്ടത്. പിന്നെ ഇതുപോലെ ഫ്ലവേഴ്സ് വെക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ ഒരു ഭംഗി കൂട്ടാനായിട്ട് 1 സൈഡ് സ്റ്റിക്കിങ് സ്റ്റോണും കൂടെ വെച്ച്, ഇപ്പോൾ നല്ല ഭംഗിയില്ലേ. അപ്പോൾ
എളുപ്പമാണ് ചെയ്യാനായിട്ട്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ നമ്മൾ ഈ ഒരു കുപ്പിയുടെ ബാക്ക് സൈഡിലും ചെയ്യാം. അപ്പോൾ ഇത് ചെറിയ ഓവൽ ഷേപ്പ് ചെറിയ ഫോട്ടോസ് ആണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ ഇതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ബോട്ടിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഓവൽ ഷേപ്പ് സൈഡിലൊക്കെ ചെറുതായിട്ട് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 3 ഫോട്ടോസെങ്കിലും ഇതുപോലെ ചെയ്ത്, ഇപ്പോൾ ഒരെണ്ണേ ചെയ്തിട്ടുള്ളൂ ഞാൻ. ഇതിൻ്റെ ബാക്ക് സൈഡ് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ നമുക്ക് ഭംഗി കൂട്ടാനായിട്ട് ഒരു റിബണും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഇത്രയേ ഉള്ളൂ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഫോട്ടോ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ കോട്ട്സ് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നവരാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മൾ കുറച്ച് കൂട്ടുകാർ വന്നിട്ടുണ്ട്. ശീതൽ, ദുർഗ, മീനു, ദേവിക, മിന്നു, എബി, ആര്യലക്ഷ്മി, 6th പഠിക്കുന്ന അയന ബിജോ, ജോസ്മി ലിജോ, 8th പഠിക്കുന്ന ആൻസി സിജോ, 7th പഠിക്കുന്ന ഷിയ ജെസ്റെ. അപ്പോൾ എല്ലാവർക്കും ഒരു വലിയ ഹായ്. അപ്പോൾ വീണ്ടും നമ്മുടെ വീഡിയോസൊക്കെ കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോസൊക്കെ എപ്പോഴും പറയുന്ന പോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.